الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ ദീനും ദീനിന്റെ നിയമങ്ങളും ഭൗതികമായി നാം ലക്ഷ്യം വെക്കുന്ന മറ്റെന്തിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ടതാകണം. അങ്ങനെ ആവണമെങ്കിൽ നമുക്ക് തഖ്വ വേണം. തഖ്വയോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഉമ്മത്ത് മുസ്ലിമ എന്നുള്ള നിലയിൽ ഈ ഉമ്മത്ത് പലതിൻ്റെയും പേരിൽ നിരന്തരമായി പ്രതിരോധത്തിലാക്കപ്പെടുന്ന ഒരു വല്ലാത്ത സാഹചര്യം ഇന്നിന്റെ കാലത്തുണ്ട്. അത് പലതരത്തിലാണ്. ഇന്ന് നമ്മളെല്ലാവരും ഇപ്പൊ ജുമുഅ പള്ളിയിലേക്ക് കൂടുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഇപ്പൊ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചിന്തകളുണ്ടാവും. ഈ കഴിഞ്ഞ ഒരാഴ്ച നമ്മളെ ആ അർത്ഥത്തിൽ പല രീതിയിൽ ഉമ്മത്ത് മുസ്ലിമയുടെ എന്താ അവസ്ഥ ഇങ്ങനെ എന്ന് നമ്മളിങ്ങനെ ചോദിച്ചു പോകുന്ന രീതിയിൽ, എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള തരത്തിൽ നമ്മൾ ഒരു തരത്തിൽ പ്രതിരോധത്തിലാക്കപ്പെടുന്ന, നിരന്തരമായി ഏതെങ്കിലുമൊക്കെ അവസ്ഥകളിൽ നമ്മളിങ്ങനെ എന്തൊക്കെയോ ഒരു പോരായ്മകൾ ഈ ദീനിനുണ്ട് എന്നുള്ള തരത്തിൽ നമുക്ക് തോന്നിപ്പോകുമോ എന്നുള്ള ഭയം. അങ്ങനെ തോന്നിപ്പോകാൻ പാടില്ല, പക്ഷെ അങ്ങനത്തെ ഒരു ഭയം, അത് എന്തുകൊണ്ട് എന്നുള്ളത് പരിശോധിക്കണം. അതിരിക്കട്ടെ, നമ്മൾ നോക്കൂ, ഇന്ന് നമ്മളുടെ ഒരു പ്രതിരോധത്തിന്റെ അവസ്ഥകളിൽ പ്രധാനപ്പെട്ടപ്പോ ഇന്ന് നമ്മൾ ഈ ഖുതുബ കേൾക്കുന്ന സമയത്ത് പ്രധാനമായും 3 ചിന്തകൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും. അതിലൊന്നാമത്തത് കഴിഞ്ഞ ആഴ്ചകളിൽ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള വഖഫുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതേക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ദീനിയായിട്ട് നമ്മൾ എങ്ങനെ വിലയിരുത്തണം എന്നുള്ളതൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ നിരന്തരമായി ഒരു ഉമ്മത്തിന് നേരെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, അത് ഉമ്മത്തിന് നേരെ മാത്രമൊന്നുമല്ല, അത് രാജ്യത്തിന് തന്നെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു വലിയ ഭീകരമായ പ്രതിസന്ധിയും പ്രശ്നവുമാണ്. ഇരിക്കട്ടെ, രാജ്യത്തിന്റെ ഒരു മതനിരപേക്ഷ കാഴ്ചപ്പാടിനെ തന്നെ തുരങ്കം വെക്കുന്ന ഒരു വല്ലാത്ത ഒരു കാടൻ നിയമമാണ്.
ആ അർത്ഥത്തിൽ ഉമ്മത്ത് മുസ്ലിമയെ പ്രത്യേകം എന്ന് തോന്നിപ്പിക്കുമാറ് ഇങ്ങനത്തെ നിയമങ്ങൾ, കിരാതമായ നിയമങ്ങൾ എങ്ങനെ ചുട്ടെടുക്കുക എന്നുള്ള ഒരു അവസ്ഥകൾ ഉണ്ടാകുന്നു ഒരു ഭാഗത്ത്. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധങ്ങൾ, നമ്മൾ അതിനെങ്ങനെ വിശദീകരണങ്ങൾ കൊടുക്കേണ്ടി വരുന്നു, അതിന്റെ പേരിൽ നമ്മുടെ ഒരുപാട് അധ്വാനം വ്യയം ചെയ്യപ്പെടേണ്ടി വരുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ആ അർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുക എന്നുള്ളത് ഒരു അജണ്ടയാണ്. അത് നടന്നുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ അതിലിങ്ങനെ ഒരു തരത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പിന്നോക്കാവസ്ഥ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യാൻ, നമ്മൾ ഇതിനുള്ളതാണ് എന്നുള്ള തരത്തിലൊരു തോന്നലുണ്ടാവുകയാണ്. അടിച്ചമർത്തപ്പെടാൻ, അരുകുവൽക്കരിക്കപ്പെടാൻ, പാർശ്വവൽക്കരിക്കപ്പെടാൻ ഉള്ള ഒരു ടീം, അങ്ങനത്തെ ഒരു ഉമ്മത്ത് എന്നുള്ള തരത്തിൽ ഒരു ആ അവസ്ഥ നമുക്ക് ഉണ്ടായി തുടങ്ങുന്നു, അല്ലെങ്കിൽ ഉണ്ടായിത്തീരുന്നു. ഇനി രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതല്ല ഇന്നത്തെ വിഷയം, അതൊന്നുമല്ല. രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇസ്ലാമിന്റെ ശത്രുക്കള് അതിൽ സാമുദായിക വികാരങ്ങളൊക്കെ ഇങ്ങനെ ഇളക്കി വിട്ടിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ സാമുദായിക വികാരങ്ങളൊക്കെ ഇങ്ങനെ ഇളക്കി വിട്ടിട്ട് ഒരു ഉമ്മത്ത് ഏറ്റവും കൂടുതൽ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശത്തെ, നമ്മുടേതുപോലെയുള്ള ഒരു ജില്ലയെ വല്ലാത്ത രീതിയിൽ ആരോപണങ്ങൾ, ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടത്തെ ഇതൊരു പ്രത്യേക രാജ്യമാണ്, ഇന്നിങ്ങനെയൊക്കെയുള്ള രീതിയിൽ, ഇതൊന്നും ഇപ്പൊ അങ്ങനെ ഒരു ഖുതുബയിൽ ഇങ്ങനെ വിഷയം പറയണം എന്നുള്ള നിലക്കൊന്നുമല്ല, എന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ആ രീതിയിലും നമ്മൾ ഇങ്ങനെ നിരന്തരമായി അത്തരം കുറെ വാർത്തകൾ പിന്നെ കേൾക്കേണ്ടി വരുന്നു, കാണേണ്ടി വരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും അതിന് മറുപടി കൊടുക്കലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയും കുറെ നമ്മുടെ അധ്വാനങ്ങളും സമയങ്ങളും, നല്ല അധ്വാനങ്ങളും സമയങ്ങളൊക്കെ അങ്ങനെയും ചെലവഴിക്കപ്പെടുന്നു. ഇനി ഇതിനേക്കാളൊക്കെ ഭീകരമായി കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു അവസ്ഥ കൂടി നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. അതേക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് നോക്കിച്ചു കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആന്തരികമായി, ആഭ്യന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ ഉമ്മത്തിലെ ഒരു ബഹുഭൂരിഭാഗം വരുന്ന, നല്ല ഒരു ശതമാനം വരുന്ന ആളുകളിൽ അവരുടെ നേതൃത്വം എന്നറിയപ്പെടുന്ന പൗരോഹിത്യം, ആ പൗരോഹിത്യം ഈ ദീനിന്റെ നേർക്ക് കടന്നു കയറുകയും അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയും അങ്ങനെ അതിന്റെ പേരിൽ ഉമ്മത്ത് മുഴുവനും പ്രതിരോധത്തിലാക്കപ്പെടുക, മതത്തെക്കുറിച്ച് തന്നെ വല്ലാത്ത ഒരു അവജ്ഞ ജനങ്ങളുടെയൊക്കെ മനസ്സ് തോന്നിപ്പോവുക. പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറകളിൽ ഇന്നിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും കേൾക്കുമ്പോൾ ഒരിക്കലും ഒരു അനുകൂലമായ, ദീനിനോട് അനുകൂലമായി കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറം, നല്ല ദീന് പഠിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് വലിയൊരു ദുരന്തമാണ്. ആ ഒരു ദുരന്തം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ കാണുന്ന പല പ്രശ്നങ്ങളെയും, ഇതൊക്കെയാണ് ദീന് എന്നുള്ള നിലക്ക് മതത്തോട്, ദീനിന്റെ ആദർശങ്ങളോട്, പരിശുദ്ധ ഖുർആനിനോട്, പ്രവാചക അധ്യാപനങ്ങളോട്, ഇസ്ലാം ദീനിനോട് ഒരു പുച്ഛമോ അവജ്ഞയോ ഒക്കെ തോന്നുന്ന രീതിയിൽ അങ്ങനെയും ദീനി താല്പര്യമുള്ള ആളുകൾ പ്രതിരോധത്തിലാക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതെല്ലാം കൂടിയുള്ള ഒരു ചിന്ത ഒരു വേള നമ്മുടെയൊക്കെ മനസ്സുകളിൽ, വാർത്തകൾ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന, വായിക്കുന്ന ആളുകളുടെയൊക്കെ മനസ്സുകളിൽ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ചിന്തയായിക്കൊണ്ട് കടന്നു വരാൻ സാധ്യതയുള്ളതാണ്. ഇവിടെ ഈ മൂന്നാമത്തെ ഒരു പ്രതിസന്ധിയെ കുറിച്ച് മാത്രമാണ് ഇന്നൊരൽപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അടിസ്ഥാനപരമാണ്. മറ്റു പ്രതിസന്ധികൾ ചെറുതല്ല, വലുത് തന്നെയാണ്, ഭീകരമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ കൊടും ഭീകരത എന്ന് പറയാവുന്ന നിലക്ക്, കൊടും പ്രശ്നം എന്ന് പറയാവുന്ന നിലക്ക് നിലനിൽക്കുന്നത് ഇത്തരം പ്രചാരണങ്ങളാണ്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ കൊറോണയുടെ ഒരു ആനുകൂല്യം, കൊറോണയുടെ ആനുകൂല്യം ചില ആളുകൾക്കൊക്കെ വല്ലാത്ത ആനുകൂല്യമായിട്ട് മാറിയല്ലോ. അങ്ങനെ ഈ ഇന്റർനെറ്റിന്റെ ഉപയോഗങ്ങളൊക്കെ, ഈ യൂട്യൂബിന്റെ മൗലാനമാരൊക്കെ ഇങ്ങനെ വളർന്നു വന്നപ്പോ ഒരു വല്ലാത്തൊരു യൂട്യൂബ് വിപ്ലവം തന്നെ ആ കാലഘട്ടത്തിന്റെ പിറകെ ഇങ്ങനെ കടന്നു വന്നു. അതിന്റെ പിന്നാലെ കടന്നു വന്നിട്ടുള്ളത് ഈ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ വലിയ ഒരു സ്കോപ്പ്, വലിയ ഒരു ചാൻസ് അവിടെ ഉണ്ട് എന്ന് ഈ ചൂഷക പുരോഹിത വർഗം എന്ന് പറയുന്നത് കൊണ്ട് അത് ഒരു അതിര് കവിഞ്ഞ വാക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമേൽ ദീനിനോട് അവജ്ഞ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ, കള്ളക്കറാമത്തുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഏതോ 10-35 വർഷം മുൻപ് മരണപ്പെട്ടു പോയ ഒരാളുടെ കറാമത്തുകൾ ഇന്ന് അന്നൊന്നും കേൾക്കാത്ത വണ്ണം ഇന്ന് എന്തൊക്കെയോ വലിയ രീതിയിൽ ഇങ്ങനെ അത് കപ്പൽ താങ്ങാനും വിമാനം പിടിച്ചു നിർത്താനും ജയിലിൽ കിടക്കുന്നവരെ, വിദേശ രാജ്യങ്ങൾ ജയിലിൽ കിടക്കുന്നവരെ പുറത്തിറക്കാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള വലിയ വലിയ ഔലിയാക്കന്മാര്, ഏതോ ഒരു ഭ്രാന്ത് പിടിച്ച മനുഷ്യന് വിലായത്തിന്റെ പട്ടം കൊടുത്തിട്ട് ആ വിലായത്തിന്റെ പട്ടം എവിടേക്ക് എത്തി ചോദിച്ചു കഴിഞ്ഞാൽ മുദബ്ബിറുൽ ആലം, ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു തരത്തിലേക്ക് കഴിയുന്ന അർത്ഥമുള്ള ആ ഒരു തരത്തിലേക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടു വന്നിട്ട് അന്ധവിശ്വാസങ്ങളുടെ കാരണം ഇത് വലിയ ദുരന്തമാണ് പ്രിയപ്പെട്ടവരെ. ഇതിന്റെ
ഇതിനെതിരെ നമ്മൾ ഇങ്ങനെ കണ്ണടച്ച് ദഅവത്ത് കുറഞ്ഞു പോകുന്നിടത്ത് ഇത്തരം സംഗതികൾ നിരന്തരമായി കൊണ്ടിരിക്കും. ഇപ്പൊ ദഅവത്ത് കുറഞ്ഞു പോകുന്നു എന്നുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുറന്നു പറയണമെങ്കിൽ മിമ്പർ മാത്രമേ കിട്ടുന്നുള്ളൂ. അതല്ലാതെ ചാൻസൽ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ തന്നെ അടച്ചിടപ്പെട്ട ഏതെങ്കിലും റൂമുകളിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഓഡിറ്റോറിയങ്ങളിൽ മാത്രമാണ് ഇത് പറയാൻ കഴിയുന്നുള്ളൂ. ആ തരത്തിൽ പഴയ രൂപത്തിലൊന്നും തൗഹീദ് പറയാൻ കഴിയുന്ന, പൊതുരംഗത്ത് തൗഹീദ് പറയാൻ കഴിയുന്ന അവസരങ്ങൾ കുറഞ്ഞു പോകുന്നു. അതല്ലെങ്കിൽ ആ അവസരങ്ങൾ വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകുന്നു. ഇതിന്റെയൊക്കെ മറവിൽ ഇതിങ്ങനെ തഴച്ചു വളരുക. അത് പല രീതിയിലാണ്. നമ്മൾ പ്രശ്നങ്ങൾ അവതരിപ്പിക്കലല്ലോ, പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് ബോധമുണ്ട്. ആ പ്രശ്നങ്ങളെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ദീനിനോട് അവജ്ഞ തോന്നേണ്ടതുണ്ടോ, ദീനിനോട് നമ്മൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് ദീനിന്റെ കാര്യം, ഇതൊക്കെ നമ്മൾ നിരന്തരമായി പഠിക്കണം, മനസ്സിലാക്കണം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, എന്താണ് മതം, ദീൻ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ നിരന്തരമായി പഠിക്കണം. ഒരു വട്ടം പഠിച്ചാൽ പോരാ, നിരന്തരമായി പഠിച്ച് ഈമാനിന്റെ ഗ്രാഫ് ഇങ്ങനെ ഉയർത്തണം. അല്ലാഹു എന്താണ് പറഞ്ഞത് എന്നുള്ളിടത്ത് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ജീവിത രീതിയെ നമ്മൾ തീർച്ചയായിട്ടും ക്രമീകരിക്കാൻ സന്നദ്ധരാകണം. ആ അർത്ഥത്തിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ ഈ വിഷയത്തിൽ പറയുന്ന കാര്യങ്ങൾ. ഒന്നാമതായി പുരോഹിത വർഗം എന്ന് പറയുന്ന, പുരോഹിതന്മാർ എന്ന് പറയുന്ന ഈ വിഭാഗത്തിന് എന്തെങ്കിലും ഒരു ചാൻസ് ദീൻ കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, ദീൻ കൈയാളുന്നവരാണ് അവർ എന്നുള്ള തോന്നൽ സമൂഹത്തിൽ നിലനിൽക്കുന്നതിനെ പാടെ ഇല്ലാതെയാക്കുന്ന രീതിയിലുള്ള അധ്യാപനങ്ങളാണ് പരിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവ് ഒന്നാമതായിട്ടുണ്ടാകണം. അതിന് ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്, ഈ പുരോഹിതന്മാർ എന്ത് ചെയ്യുന്നറിയോ, അന്യായമായിട്ട് ജനങ്ങളുടെ ധനം സമ്പാദിക്കുന്ന ആൾക്കാർ, ജനങ്ങളുടെ കയ്യിലുള്ള പണം അവരുടെ പോക്കറ്റിലേക്കും അവരുടെ സമ്പാദ്യത്തിലേക്കും എത്താൻ വേണ്ടി ഏത് വൃത്തികെട്ട മാർഗവും വിനിയോഗിക്കുന്ന, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. ആയത്ത് കേൾപ്പിക്കാം. രണ്ടാമത്തെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പിടിച്ചുപറിക്കാരാണ് ഈ വിഭാഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ദീനിന്റെ ആൾക്കാർ ഞങ്ങളാണ്, ഞങ്ങളൊരു പ്രത്യേക വേഷത്തോടു കൂടി കൊണ്ടിങ്ങനെ ദീന് പറയുമ്പോൾ അപ്പോഴേ അത് ദീനാവുകയുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ചുറ്റുപാടും നിരീക്ഷിക്കണം കേട്ടോ, എങ്കിലേ ഈ വിഷയത്തിലൊക്കെ ഇതിന്റെ ഗൗരവമൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിലക്കാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേക പിന്നെ വേഷഭൂഷാദികളിലൂടെ കാര്യങ്ങൾ അങ്ങനെ തിരിച്ചറിയുന്ന, ഞങ്ങൾ പറയുമ്പോൾ അത് ദീനാണ്, ഞങ്ങൾ പറഞ്ഞാലേ അത് ദീനാവുകയുള്ളൂ എന്നുള്ള രീതിയിൽ പൗരോഹിത്യം ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ പിന്നിലുള്ളത് ചൂഷണമാണ്, അവർ പിടിച്ചുപറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ ആശയം ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ഈ പുരോഹിതന്മാർ ജനങ്ങളെ വഴിമുടക്കിയിട്ട് അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ മൂന്ന് കാര്യങ്ങളും ഒരൊറ്റ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, ഒരുപാട് പുരോഹിതന്മാർ, ഒരുപാട് പാതിരിമാർ, ഇവരുടെയൊക്കെ ഒരു അവസ്ഥ എന്താണെന്നറിയോ, ലയഅകുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത്, ആൾക്കാരെ കയ്യിലുള്ള പണം നിരർത്ഥകമായി, ബാത്തിലായി, അനർഹമായി, അതാ ഏറ്റവും നല്ല വാക്കവിടെ, അനർഹമായി അവർ സ്വന്തം കൈക്കലേക്കാക്കാൻ വേണ്ടി, അവരുടെ സമ്പാദ്യമാക്കി മാറ്റാൻ വേണ്ടി പലതരത്തിൽ പയറ്റിക്കൊണ്ടിരിക്കും, പലതരത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കും, അത് അവർ ചെയ്തുകൊണ്ടിരിക്കും എന്നല്ലാഹു പറയുന്നു. എന്നിട്ട് മാത്രമല്ല, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യും. വഴിമുടക്കികളായിട്ട് അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളുടെ നേരിലേക്ക് എത്തുന്നതിന്റെ വഴിമുടക്കികളായിക്കൊണ്ട് അവർ എപ്പോഴും ഉണ്ടാകും എന്നുള്ളതിന് ഈ പറഞ്ഞതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ റമദാനിൽ വന്നൊരു ചർച്ചയായിരുന്നു, സംഘടിത സക്കാത്ത് തന്നെ പാടില്ല. കേട്ടതാണല്ലോ നമ്മള്, സംഘടിതമായിക്കൊണ്ട് സക്കാത്ത് കൊടുക്കാൻ തന്നെ പാടില്ല. എന്താ അതിന്റെ പിന്നിലുള്ള അജണ്ട എന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരാള് മറ്റൊരാളുടെ വ്യക്തിയുടെ കയ്യിലേക്ക് നീക്കുന്നതാകുന്നു സക്കാത്ത്. അതിങ്ങനെ സക്കാത്തിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കിയിട്ട് സമൂഹത്തിന്റെ പ്രശ്നം മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ഉപയുക്തമാകുന്ന രീതിയിലുള്ള ഒരു സംഘടിത രൂപം സക്കാത്തിന്റെ കാര്യത്തിൽ പാടില്ല, അങ്ങനെ കൊടുത്താൽ വീടൂല എന്നുവരെ പറഞ്ഞു വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നു വന്നു. എന്താ അതിന്റെ പിന്നിലുള്ളത്? പലർക്കും പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല ഇത്തരം പുരോഹിതന്മാർ പള്ളിയിലൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ, ഞാൻ വിമർശിക്കുക കുറ്റപ്പെടുത്തുന്നില്ല, ഇതൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പച്ചയായിക്കൊണ്ടെന്ന് പറയാൻ ശ്രമിക്കുകയാണ്. പലർക്കും പല ശമ്പളം കുറെ കുറവായിരിക്കും. അപ്പൊ
ശമ്പളം കുറവാകുമ്പോൾ പല വഴിക്കും പല രീതിയിൽ പല ആളുകളുടെ കയ്യിൽ നിന്നും ഇങ്ങനെ കിട്ടുമ്പം ഒരു 10,000 ഒരു 25,000 ഇതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ നാണയത്തുട്ടുകളായിട്ട് അത് കിട്ടുമ്പോൾ ഒരാളിലേക്ക് തന്നെ അതിങ്ങനെ കേന്ദ്രീകരിച്ച് അയാൾക്ക് തന്നെയും അത് അനുഭവിക്കാൻ സാധിക്കും. ഇങ്ങനെ വ്യക്തി വ്യക്തിയിലേക്ക് അങ്ങനെ കിട്ടട്ടെ എന്നുള്ള നിലക്ക് ഈ രീതിയിൽ സംഘടിത സക്കാത്തിനെ തന്നെ എതിർക്കുന്ന ചില ധാരകൾ നമ്മൾ കണ്ടു. അങ്ങനെ ചില ആരോപണങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലോ നമ്മൾ കണ്ട ചില സംഗതികൾ എന്താ? ചികിത്സ നിഷേധിച്ചു. ഭാര്യ പ്രസവിക്കാൻ സമയത്തിലെത്തിയിട്ടുള്ള ഭാര്യ, ആ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതായ സമയത്ത് സുഖപ്രസവത്തിന് ഒരു ഹോസ്പിറ്റലിന് കൊണ്ടുപോകേണ്ടതിന് പകരം തന്റേതായ മന്ത്രം അതല്ലെങ്കിൽ വിലായത്തിന് ആരോപിച്ചുകൊണ്ട് ഒരു വലിയുണ്ട്, ആ വലിയന്റെ സ്വന്തം ആളാണ്, ആ വലിയന്റെ കറാമത്ത് പ്രചരിപ്പിക്കാൻ തനിക്ക് പ്രത്യേകമായ ചാനലുണ്ട്, അതുകൊണ്ട് ആ വലിയന്റെ അടുക്കൽ നിന്ന് കിട്ടാനിരിക്കുന്നത് എന്നുള്ള നിലക്ക് അന്ധവിശ്വാസം മനസ്സിൽ കുമിഞ്ഞു കൂടിയിട്ട് ചികിത്സ നിഷേധിച്ച് അവസാനം തന്റെ ഭാര്യ അള്ളാഹുവിന്റെ വിധിക്ക് കീഴടങ്ങുന്ന തരത്തിലേക്ക്, മരണത്തിന് കീഴടങ്ങുന്ന തരത്തിലേക്ക് വഴിമാറിയതിനെ കുറിച്ചുള്ള വാർത്ത. ഇതൊക്കെ നമ്മളെ എന്തുമാത്രമാണ് നമ്മൾ വിചാരിക്കും ഇതൊന്നും നമ്മളെ ഈ ദീനിനെ വല്ലാതൊന്നും ബാധിക്കണില്ല. സഹോദരങ്ങളെ, ദീനിന്റെ നല്ല മൂല്യങ്ങളെ, ദീനെ നേർക്കുനേരം മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ വേദനിപ്പിക്കുകയും ദീന്റെ നല്ല മൂല്യങ്ങളെ പിൻപറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വലിയ പ്രതിസന്ധിയും പ്രതിരോധവും ഉണ്ടാക്കി തീർക്കുന്ന വല്ലാത്തൊരു ദുരന്തം തന്നെയാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലകളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പുരോഹിതന്മാരുടെ പിന്നാലെ പോയാൽ ദുനിയാവ് നഷ്ടപ്പെടുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്, ആഖിറം ഇല്ലാതെയാകുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഖുർആനിൽ പഠിച്ചു വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ. എന്തുമാത്രം വൃത്തിയായിട്ടായി ഈ ആയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ദുനിയാവില് നമ്മൾ കുറെ ആൾക്കാർ അവരാണ് ദീനിന്റെ കുത്തക എന്ന് വിചാരിച്ചിട്ട്, മൊത്തം കുത്തക അവര് പറയണ ദീനാണെന്ന് വിചാരിച്ചിട്ട് അവരുടെ പിന്നാലെ ഇങ്ങനെ പോകും. പിന്നാലെ പോകുമ്പോഴോ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഈ പിന്നാലെ പോയവരായ ആളുകളിൽ നിന്ന് അവർ പിൻപറ്റിയവരായ ആ പുരോഹിതന്മാർ ഇത് ഒഴിഞ്ഞു മാറും. ഞങ്ങള് നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല എന്നുള്ള പറഞ്ഞ് ഞങ്ങൾക്ക് നിങ്ങളുടെ രക്ഷകരാകാൻ കഴിയുകയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിൽ നിന്ന് ഈ അന്ധവിശ്വാസികളിൽ നിന്ന് ഈ പുരോഹിതന്മാർ ഒഴിഞ്ഞു മാറും എന്നാണ്. ഇത് പിൻപറ്റിയവരിൽ നിന്ന് പിൻപറ്റപ്പെട്ടവരായ ആളുകൾ ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥയുണ്ടാകും. അവർ ശിക്ഷ നേർക്കുനേരെ കാണേണ്ടി വരും. ഈ പുരോഹിതന്മാരും അവരെ പിൻപറ്റിയവരായ അന്ധവിശ്വാസികളും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും പരലോകത്ത് അതൊന്നും ഉപകാരപ്പെടൂല, ഒക്കെ മുറിഞ്ഞു പോവുകയും ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. മാത്രവുമല്ല, ഈ പിൻപറ്റിയവരായ ആളുകൾ കൈ കടിച്ചിട്ട് പറയേണ്ടി വരും, ലൗ അന്നലനാ കറതൻ, ഞങ്ങൾക്ക് ദുനിയാവിലേക്ക് തന്നെ ഒരു തിരിച്ചുപോക്കിന് അവസരം കിട്ടുകയാണെങ്കിൽ ഞങ്ങളിൽ നിന്ന് ഒഴിവായതുപോലെ, ഞങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഇവർ സന്നദ്ധരല്ലാകാത്തതുപോലെ ഞങ്ങൾ ഇവരെയും ഒഴിവാക്കി ഇവരിൽ നിന്ന് മാറി നിന്ന് നേർക്കുനേരെ ദീൻ പഠിപ്പിച്ചത് എന്താണോ അത് പഠിച്ച് അതനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ തയ്യാറാകുമായിരുന്നു. പക്ഷെ ഒരു മടക്കം ദുനിയാവിലേക്ക് എനിക്ക് കിട്ടാൻ പോകുന്നില്ലല്ലോ. അള്ളാഹു പറയുന്നു, അകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ചെയ്തികൾ, ഇവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് ഖേദത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു അവസ്ഥ നാളെ പരലോകത്ത് വരാനിരിക്കുന്നു. അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, പുറത്തു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുരോഹിതന്മാരെ പിൻപറ്റുന്നതിന്റെ ദുരന്തം നാളെ പരലോകത്ത് എങ്ങനെയായിരിക്കും വരിക എന്ന് പരിശുദ്ധ ഖുർആൻ പഠിച്ചതിനെ കുറിച്ചും നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. ദീൻ പൗരോഹിത്യത്തിൽ അധിഷ്ഠിതമല്ല, മറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് എന്താണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിന് ഉത്തരം നൽകുക എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ എന്താണ് പഠിപ്പിച്ചത് അത് മനസ്സിലാക്കുകയും അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുക, അതിന് നിങ്ങൾ ഉത്തരം കൊടുക്കുകയും ചെയ്യുക, അതിനെ നിങ്ങൾ പിൻപറ്റുക. അതല്ലാതെ ഈ ഖുർആനിന്റെ ഏതോ ആയത്തോതിയിട്ട് ആ ആയത്തിനെ സ്ഥാനത്ത് നിന്ന് ദുർവ്യാഖ്യാനിച്ചു പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളുടെ പിന്നാലെ
നിങ്ങൾ പോകല്ലേ എന്നല്ലേ പറഞ്ഞത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, നമുക്ക് ഖൽബ് തന്നിട്ടുണ്ട്, ഗ്രഹിക്കാനുള്ള അറിവ് തന്നിട്ടുണ്ട്, ഗ്രഹിക്കാനുള്ള ഗ്രാഹ്യശേഷി തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ദീനിനെ നേർക്കുനേരെ പഠിക്കാൻ വേണ്ടി തയ്യാറാകണം. ദീനിനെ പഠിക്കാൻ വേണ്ടി തയ്യാറാവുകയും എന്നിട്ട് പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി തന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചിടത്തേക്ക് ഉത്തരം നൽകണം എന്ന് പറയുന്നു. അതേപോലെ തന്നെ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളുണ്ട്, സുന്നത്തുണ്ട്, തിരുചര്യയുണ്ട്. അതിലേക്ക് നിങ്ങൾ ഉത്തരം നൽകണം എന്നാകുന്നു അതിന്റെ അർത്ഥം. അങ്ങനെ ഉത്തരം ചെയ്യുന്നിടത്ത് ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് അവിടെയാണ് നവജീവനുള്ളത്. ദീൻ ജീവസുറ്റ ഒന്നായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ അവിടെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു ഒന്നുകൂടി പറയുന്നുണ്ട്, വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, നിങ്ങൾ അറിയണം, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ നേർക്കുനേരെ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരുന്നാൽ, അഥവാ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ കഴിയാതിരുന്നാൽ, അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിടത്തേക്ക് നിങ്ങൾ കാതു കൊടുക്കാൻ, ശ്രദ്ധ കൊടുക്കാൻ തുനിയാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രാഹ്യശേഷി അടഞ്ഞു പോകും. അല്ലാഹു നിങ്ങളുടെ മനസ്സുകൾക്കും നിങ്ങളുടെ മനുഷ്യന്റെ മനസ്സുകൾക്കും ഇടയിൽ മറയിടും എന്നുള്ളൊരു വാക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രഹിക്കാൻ കഴിയാത്ത വണ്ണം പൗരോഹിത്യത്തിന്റെ പിന്നാലെ പോകേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ മനസ്സിലേക്ക് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ സ്വാധീനിക്കേണ്ട രൂപത്തിൽ സ്വാധീനിക്കാതെ പോകും. പ്രവാചകന്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് സംജാതമാകും എന്നതാകുന്നു ആ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ അറിയണം, വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ, തീർച്ചയാണ് നിങ്ങൾ അല്ലാഹുവിലേക്ക് മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്. ആ ഒരു ബോധം ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകണം, അവന്റെ റസൂലിന്റെ വിളിക്ക് ഉത്തരം നൽകണം. ഗ്രാഹ്യശേഷി അടഞ്ഞു പോകുന്ന അവസ്ഥയെക്കുറിച്ച് ഭയപ്പെടണം എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദീനിനെ ദീനായി മനസ്സിലാക്കണമെങ്കിൽ ആ മനസ്സിലാക്കുന്നിടത്ത് മാത്രമാണ് നമ്മുടെ ആദർശം നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള അവബോധം ഒന്നാമതായിട്ടുണ്ടാകണം. രണ്ടാമതായിക്കൊണ്ട് ദീനി പറഞ്ഞ രൂപത്തിലൊന്നുമല്ല, നമ്മളിങ്ങനെ കാണുന്ന രീതിയിൽ പല രീതിയിലുള്ള ഇങ്ങനെ ജനങ്ങൾ കാട്ടിക്കൂട്ടുന്ന, പുരോഹിതന്മാർ കാട്ടിക്കൂട്ടുന്ന പുരോഹിത മതം എന്ന് പറയുന്ന ഒന്നുണ്ട്. അതൊന്നുമല്ല ദീൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ഈ വിഷയത്തിൽ പറഞ്ഞു എന്നുള്ളത് ആയത്തിലൂടെ പഠിക്കണം, പ്രവാചക അധ്യാപനങ്ങളുടെ പഠിക്കണം. അപ്പോൾ മാത്രമേ നേർക്കുനേരെ ദീനിനോട് നമുക്ക് ഇഷ്ടവും അടുപ്പവും തോന്നുന്ന അവസ്ഥയുണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം എന്താ സംഭവിക്കാൻ പോണെന്നറിയോ? നേർക്കുനേരെ പഠിക്കാൻ സാധിക്കാത്തവണ്ണം നമ്മളുടെ മനസ്സുകളിൽ നിന്ന്, നമ്മുടെ യുവതയുടെ മനസ്സുകളിൽ നിന്ന് ദീനിനോടുള്ള ഇഷ്ടം കുറഞ്ഞു പോവുകയും ഒരു തരം അവജ്ഞ കടന്നുകൂടുകയും ചെയ്യും. അതിനെ തൊട്ട് അല്ലാഹുവോട് നമുക്ക് അഭയം തേടാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ നന്നാക്കി നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ ദീനും ദീനിന്റെ നിയമങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നോക്കൂ, ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ സമൂഹത്തിലേക്ക് അന്ധവിശ്വാസങ്ങൾ പരിശുദ്ധ ഖുർആന്റെ ആയത്തോതിക്കൊണ്ടാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ, ഒരു കാലഘട്ടത്തിൽ ഈ സുഖപ്രസവത്തിന് വേണ്ടി പ്രസവവേദന കൊണ്ട് പ്രയാസപ്പെടുന്നിടത്ത് മാലപ്പാട്ടുകൾ, നഫീസത്തുമാലുള്ള പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് കേരളീയ സമൂഹത്തിൽ അതിന്റെ അവസ്ഥകളെക്കുറിച്ച്, ഇതൊന്നും ഇസ്ലാമിന്റെ പ്രമാണമല്ല എന്നതിനെക്കുറിച്ച് അക്കാലഘട്ടത്തിലെ നമ്മുടെ സാത്വികരായ പണ്ഡിതന്മാർ നാടുനീള ഉത്ബോധനങ്ങളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. അപ്പോ ഇത്തരം സംഗതികളൊക്കെ തൽക്കാലത്തേക്കൊന്നിങ്ങനെ അതിന്റെ പോരിശയൊക്കെ പറയുന്നുണ്ടെങ്കിലും തൽക്കാലത്തേക്ക് അതിങ്ങനെ വഴിമാറി വന്നിട്ട് ഇപ്പൊ പരിശുദ്ധ ഖുർആന്റെ ആയത്ത് തന്നെ. അപ്പൊ ഈ അടുത്ത് ഈ വിഷയക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനെ അന്വേഷണത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ചില സംഗതികൾ, പ്രസവവേദന വന്ന സമയത്ത് ബ്ലീഡിംഗ് ഉണ്ടായപ്പോൾ ആ ബ്ലീഡിങ്ങിന്റെ സമയത്ത് ഇതിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചിട്ട് വലിയ ഒരു ഉസ്താദിനെ വിളിക്കുന്ന സമയത്ത് അതിനുള്ള ഉത്തരം കൊടുക്കണം എന്താണെന്നറിയോ? എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണമെന്നൊന്നുമല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിൽ നാളെ പരലോകത്തേക്ക് ഈ ലോകം അന്ത്യനാളിനോട് അടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അന്ത്യനാളിന്റെ അനുഭവങ്ങൾ ഈ പ്രപഞ്ചത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ചില സംഗതികൾ ഉണ്ടാവുമല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞിട്ടുള്ള കുറെ ആയത്തുകളുണ്ട്.
അതിലൊരു ആയത്ത് ധാരാളമായിട്ട് അത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ. ഏതായത്തറിയോ? വഅൽഖത് മാ ഫീഹാ വതഖല്ലത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്. അതിന്റെ ഉള്ളിലുള്ളത് പുറത്തേക്കിടുകയും എന്നിട്ട് അതിന്റെ ഉൾഭാഗം കാലിയാവുകയും ചെയ്താൽ. ഭൂമിയെക്കുറിച്ച് പറഞ്ഞ ഒരു ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിന് അന്ത്യനാളിന്റെ അനുബന്ധമായി കൊണ്ടുണ്ടാകുന്ന പ്രാപഞ്ചിക മാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ കേൾപ്പിച്ചിട്ടുള്ള ഒരു ആയത്ത്. ആ ആയത്തെടുത്തിട്ട് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മറ്റിടത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് ഈ വേദനക്ക് പരിഹാരം ഇതാകുന്നു, ബ്ലീഡിംഗ് മാറാൻ ഇതാകുന്നു പരിഹാരം. എന്താ ചെയ്യേണ്ടത്? വഅൽഖത് മാ ഫീഹാ വതഖല്ലത്. അതങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക, ചൊല്ല, ഊത, കൊരട്ട, വെള്ളത്തിൽ കുടിക്കുക, കലക്കി കുടിക്കുക, ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആയത്തല്ലേ? ജനം ശ്രദ്ധിക്കെന്താ? ജനങ്ങൾ ശ്രദ്ധ എന്താ വരിക? ആയത്തല്ലേ? ആയത്തിനെ കുറിച്ച് എന്തിനാ അങ്ങനെ എതിർക്കുന്നത്? ആയത്തല്ലേ ചൊല്ലിക്കൂടെ? ആയത്തല്ലേ കലക്കി കുടിച്ചുകൂടെ? ഈ രീതിയിൽ എന്താ നമ്മൾ ആലോചിക്കേണ്ടത്? ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ അവതരിപ്പിച്ചതാണോ? അതാകുന്നു ഇസ്തജീബു ലില്ലാഹ്. അള്ളാഹ് ഉത്തരം നൽകുക എന്ന് പറഞ്ഞാൽ, ഇനി വലിയ റസൂൽ ഉത്തരം നൽകുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ റസൂൽ ഈ ആയത്തുണ്ടായിട്ട് ഈ രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നബിചര്യയിൽ അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? ഇസ്തജീബുൽ റസൂൽ ഉത്തരം നൽകുക എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് നഷ്ടപ്പെട്ടു പോയി, ഇതുണ്ടാവണില്ല, ഈ ചിന്ത ഉണ്ടാവണില്ല. ഈ ചിന്ത ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ദീൻ ഒരു ജീവസുറ്റ ഒന്നായിട്ട് അനുഭവിക്കുകയുള്ളൂ. ലിമാ യുഹ്യീകും എന്നുള്ള ആയത്ത് അല്ലാഹു പറഞ്ഞത്. ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഹ്യശേഷി അടയും. വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കണം. റബ്ബിന്റെ അടുക്കലേക്കുള്ള മഹ്ശറ മുറ്റത്തെ കുറിച്ച് ആലോചിക്കണം. എന്നിട്ട് ദീനിനെ ദീനായിട്ട് മനസ്സിലാക്കണം. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ ദുരുപയോഗം ചെയ്യുകയും ജൂതന്മാർ ചെയ്തതുപോലെ യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ജൂതന്മാരെ കുറിച്ച്. അവർ യഥാസ്ഥാനത്ത് നിന്ന് ദീനിന്റെ വാക്കുകളെ, ദീനിന്റെ ആയത്തുകളെ, തെളിവുകളെ മാറ്റിമറിച്ച് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ദുർവ്യാഖ്യാനിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇന്നത്തെ സമൂഹത്തിൽ, നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ പല അർത്ഥത്തിൽ ഇങ്ങനെ നമ്മൾ ആവർത്തിച്ച് ഒന്നിന് പിറകെ ഒന്നായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ വേറൊരു സുഖപ്രസവത്തിന് അങ്ങനെ ബ്ലീഡിങ്ങിന്റെ കാര്യത്തിൽ വേറൊരു ആയത്ത് കൽപ്പിച്ചതുണ്ട്. വക്കീല, അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പല് ജൂതി മലയിലേക്ക് ചെന്നണഞ്ഞതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ആ ഒരു വലിയ അത്ഭുത സംഭവം, മോചത്തിനെ നമുക്കതിനുള്ള പാഠങ്ങളിലൂടെ ഇങ്ങനെ അള്ളാഹു ഇങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു ആയത്തെടുത്തിട്ട് ഇങ്ങനെ പറയാണ്. വക്കീല, അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ അടിയിൽ നിന്നുള്ള ഒരു നിർദ്ദേശം കിട്ടി. എന്തിന്? നൂഹ് നബിന്റെ കപ്പലിന് കിട്ടിയ കാര്യ പറയണത്. ഈ ആയത്ത് ബ്ലീഡിംഗ് നിർത്താൻ വേണ്ടിക്കൊണ്ട്, നിൽക്കാൻ വേണ്ടിക്കൊണ്ടുള്ള ആയത്തായിട്ട് അത് ചൊല്ല, കലക്കി കുടിക്ക. ഇതാണ് പുരോഹിതന്മാരുടെ അടുക്കൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ജനം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ മുൻപിലേക്ക് അള്ളാന്റെ ഖുർആനല്ലേ, അള്ളാന്റെ ആയത്തല്ലേ, ഇതാ ചിന്തിക്കുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ചിന്ത പോകുന്നില്ല. എന്തിനാണ് ഈ ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചത്? അതൊരു വിഷയമേ ആകുന്നില്ല എന്നുള്ളതാകുന്നു ഇവിടെ സങ്കടകരമായിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, വക്കീല, ആ നൂഹ് നബിന്റെ കപ്പലിനോട് പറഞ്ഞു എന്നാണ്. യാ അർദു, അല്ലയോ ഭൂമി, അബ്ലഈ മാഅക്കി, നീ നിന്റെ വെള്ളം വറ്റിയേക്ക്. ബ്ലീഡിംഗ് നിൽക്കാനേ ഭൂമി വെള്ളം വറ്റിക്കാൻ വേണ്ടി പറഞ്ഞ ആ തൂഫാനിന്റെ മഴ ഉണ്ടല്ലോ, ആ മഴ നിൽക്കാൻ വേണ്ടി പറഞ്ഞ അതിനു വേണ്ടി അള്ളാഹ് നിർദ്ദേശം പോയിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആ സംഭവം കേൾപ്പിക്കുന്ന ആ ആയത്തെടുത്തിട്ട് ബ്ലീഡിംഗ് നിൽക്കാനുള്ള ആയത്താക്കിക്കൊണ്ട് മാറ്റി അത് ചൊല്ലുക. ഈ രീതിയിൽ ഈ ദീനിനെ വക്രീകരിക്കുകയും വികലമാക്കുകയും, അതിനപ്പുറത്തേക്ക് വേറെ വാക്കുണ്ടെന്ന് അറിഞ്ഞൂടാ, വികലമാക്കുകയും ചെയ്യുന്ന പുരോഹിത മതം, അതിലേക്ക് ഭൂരിപക്ഷം ആളുകളും ആകട്ടരാവുകയും ചെയ്യുന്ന ഒരു ദുരന്തം. എന്നിട്ട് വരും തലമുറ, അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറ ഇതൊക്കെയാണ് ദീനെങ്കിൽ അവജ്ഞയോടുകൂടി ദീനിനെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഈ ദുരന്തമാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രതിരോധരാകൽ തന്നെയാണ്. ഇതിനേക്കാൾ വലുതൊന്നും അല്ല വഖഫിന്റെ നിയമവും, അതല്ലെങ്കിൽ ഈ സാമുദായിക വികാരളക്കിവിടലൊന്നും. അതിനെക്കുറിച്ചൊക്കെ മൊത്തത്തിൽ നമുക്കൊക്കെ ഒരു ചിന്ത ഉണ്ട്. പക്ഷെ ഇതിലോ വല്ലാത്ത അപകടമാണിത്. ഈ അപകടത്തെ തിരിച്ചറിയണം. നമ്മൾക്കൊക്കെ ബാധ്യതയുണ്ട്. എല്ലാവർക്കും ഈ കാര്യം മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്ന ഈ ആളുകൾക്കെല്ലാവർക്കും നമ്മുടേതായ ബാധ്യത, ജനങ്ങളെ സമുദ്ധരിക്കാൻ, ദീനിന്റെ ഇസ്ലാഹ് നടത്താൻ നമുക്കൊക്കെ ബാധ്യതയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീൻ, സത്യദീനിനെ യഥാവിധി മനസ്സിലാക്കി ആ ദീനിന്റെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നാഥൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട
സഹോദരങ്ങളെ, 2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ മുൻപിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികളിപ്പോ അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഒരു വിഷയമായി തന്നെ വരേണ്ട ഒരു സംഗതി കൂടിയാണ്. ഈ വേനൽക്കാല അവധിയിലാണ്. വേനൽക്കാല അവധി നിരന്തരമായി കുട്ടികൾ മൊബൈലിൽ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരുന്ന് അവര് ആരോഗ്യപരമായ കളികൾക്കും വിനോദങ്ങൾക്കും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നല്ലത് തന്നെ, അതുണ്ടാകണം. പക്ഷെ അതല്ല ഉണ്ടാവണത് എന്നുള്ളതൊരു സംഗതിയാണ്. നിരന്തരമായി അവരിങ്ങനെ മൊബൈലിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്കാവട്ടെ അത് പിടിച്ചിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത, കൊടുക്കാനും വയ്യ, കൊടുക്കാതിരിക്കാനും വയ്യ, കൊടുത്താലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ കൂടി ആലോചിച്ചുകൊണ്ടുള്ള ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ട്. ഈ അവസ്ഥക്കൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് വെക്കേഷൻ സമയത്ത് അവർക്ക് ദീൻ മനസ്സിലാക്കാൻ തക്കതായ രീതിയിൽ എന്തെങ്കിലും ഒരു ക്യാമ്പ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞേക്കുക എന്നുള്ളതൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ ഒരു ക്യാമ്പ് നമ്മുടെ MSM സംഘടിപ്പിക്കുന്നുണ്ട്. ഏപ്രിൽ 21, 22 തീയതികളിലായിക്കൊണ്ട് മുട്ടിപ്പടിയിലെ ശരീഅ അക്കാദമിയിൽ വെച്ചിട്ടാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. 8 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക്, +2 പൂർത്തിയാക്കിയത് വരെയുള്ള കുട്ടികൾക്ക് 40 കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ മക്കളെ ഈ ഒരു ക്യാമ്പിലേക്ക് 8ാം ക്ലാസ് കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികളെയൊക്കെ ഈ ഒരു സംരംഭത്തിന്റെ ഭാഗമാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചെങ്കിലൊക്കെ ഒരു ഇത്തിരി വട്ടം അവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു സംരംഭമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം, ഉപയോഗപ്പെടുത്തണം എന്ന് അറിയിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ MSMന്റെ ബന്ധപ്പെട്ടവരെ ആ വിഷയത്തിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് എന്ന് അറിയിക്കാനുള്ളത്. മറ്റൊന്ന്, നമ്മുടെ ഈ വഖഫ് നിയമം, ഇതിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്നുള്ള നിലക്ക് നമ്മൾ പിന്നെ കോടതിയിൽ കേസിന് പോവുക, ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതോടൊപ്പം ഇതിന്റെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രതിഷേധ റാലി ഇൻഷാ അല്ലാഹ് ഇന്ന് 4 മണിക്ക് കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട്. കോഴിക്കോടും എറണാകുളത്തും വെച്ചുമായിരിക്കും 2 റാലി നടക്കുന്നുണ്ട്. നമുക്ക് കോഴിക്കോടേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന പരമാവധി ആളുകൾ അതിൽ പങ്കെടുക്കണം എന്നുകൂടി ഉണർത്തുകയാണ്. കാരണം ഇത് അങ്ങനത്തെ ഒരു വിഷയമാണ് എന്നുള്ളത് കൂടി കൊണ്ടാണ് ഖുതുബയിൽ പറയുമ്പോൾ, നമുക്ക് പൊതുരംഗത്ത് പറയുമ്പോൾ എല്ലാവരും എടുക്കുന്ന ഒരു വിഷയമാണല്ലോ അത്. ആ നിലക്ക് നമ്മളും അതിന്റെ സാന്നിധ്യത്തിൽ നമ്മളും അതിന്റെ പ്രതിഷേധം അടയാളപ്പെടുത്തിക്കൊണ്ടും അതേപോലെ കേസിന് പോയിക്കൊണ്ടൊക്കെ കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ച് അതിനേക്കാൾ ഭീകരതയേറിയ വിഷയങ്ങൾ നേരത്തെ പറഞ്ഞത് അതില്ല. അതുകൊണ്ടാണ് മിമ്പറിൽ വെച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത്. അള്ളാഹു ദീനിനെ ദീനായിട്ട് മനസ്സിലാക്കി സത്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നാഥൻ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളുടെ ദീനീപരമായിട്ടുള്ള അവസ്ഥ ഞങ്ങൾക്ക് ആക്കിത്തരികയും ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് രോഗശമനം അനുഗ്രഹിക്കണമേ റബ്ബേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പല രീതിയിൽ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മത്ത് മുസ്ലിമക്ക് നാഥ നിന്റെ അടുക്കൽ നിന്ന് സഹായം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ഫലസ്തീനിന്റെ മണ്ണിന് സ്വാതന്ത്ര്യം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസലാമുൻ അലൽ മുർസലീൻ.